ഹലോ ലേണേഴ്സ്, iPlus ട്രെയിനിങ് സൊല്യൂഷന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ യൂണിറ്റ് 2-ലെത്തി. അത് മോട്ടിവേഷൻ, ഇമോഷൻ ആൻഡ് ലേണിംഗ് ആണ്. അതിന്റെ ഫസ്റ്റ് മോഡ്യൂളാണ് ബയോളജിക്കൽ ആസ്പെക്ട്സ് ഓഫ് മോട്ടിവേഷൻ. അപ്പം നമുക്ക് ടോപ്പിക്കിലേക്ക് കിടക്കാം. മോട്ടിവേഷന്റെ ബയോളജിക്കൽ ആസ്പെക്ട്സ് എന്ന് പറയുമ്പം അതിൻ്റെ അണ്ടറിൽ വരുന്ന ടോപ്പിക്സ് ഇൻസ്റ്റിങ്ക്റ്റ് തിയറി, എത്തോളജി, ഹോമിയോസ്റ്റേസിസ്, എറൗസൽ, ബയോളജിക്കൽ നീഡ്സ്, ഡ്രൈവ് റിഡക്ഷൻ. നമുക്ക് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. നമ്മുടെ ഫസ്റ്റ് ടോപ്പിക് ഇൻസ്റ്റിങ്ക്ട്സ്. ഗോൾ ഡയറക്റ്റഡ് natural behavioral patterns that usually occur in response to certain stimuli. ചില സ്റ്റിമുലികളോടുള്ള നമ്മുടെ റെസ്പോൺസ് ഗോൾ ഡയറക്റ്റഡ് ആയിട്ടുള്ള ബിഹേവിയേഴ്സ് ആയിരിക്കും. എക്സാമ്പിൾ നോക്കാം, അപ്പോൾ ക്ലിയർ ആവും. Certain birds migrate south before winter. ദേശാടന പക്ഷികൾ വിന്റർ തുടങ്ങുന്നതിന് മുന്നേ തന്നെ സദേൺ റീജിയനിലേക്ക് മൈഗ്രേറ്റ് ചെയ്യും. ഇത് നമുക്കറിയാം അല്ലേ? ഇവിടെ സ്റ്റിമുലസ് ആയിട്ട് വരുന്നത് വിന്റർ ആണ്. ബിഹേവിയറൽ പാറ്റേണോ മൈഗ്രേറ്റ് ടു സൗത്ത്. ഗോളോ സർവൈവല്. ഇത് വിന്ററിൽ സർവൈവ് ചെയ്യാനായിട്ടുള്ള അവരുടെ ഒരു ഇൻസ്റ്റിങ്ക്റ്റ് ആണ് സദേൺ റീജിയനിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ നമ്മൾ ഇൻസ്റ്റിങ്ക്റ്റ് പഠിച്ചു. ഇനി ഇൻസ്റ്റിങ്ക്റ്റ് തിയറീസ് ഓഫ് മോട്ടിവേഷൻ. 3 പേര് അവരുടേതായ ഇൻസ്റ്റിങ്ക്റ്റ് തിയറീസ് പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാ? വില്യം മെക്ഡോഗൽസ് ഇൻസ്റ്റിങ്ക്റ്റ് തിയറി, സിഗ്മണ്ട് ഫ്രോയിഡ്സ് ഇൻസ്റ്റിങ്ക്റ്റ് തിയറി, വില്യം ജെയിംസ് ഇൻസ്റ്റിങ്ക്റ്റ് തിയറി. അപ്പൊ ആദ്യത്തേത് വില്യം മെക്ഡോഗൽസ് ഇൻസ്റ്റിങ്ക്റ്റ് തിയറി. ഹ്യൂമൻ ബീയിങ്സ് have a perceptual predisposition to focus on stimuli that are important to their goals. Human beings അവരുടെ ഗോളിന് ഇമ്പോർട്ടൻ്റ് എന്ന് തോന്നുന്ന സ്റ്റിമുലി മാത്രമേ ഫോക്കസ് ചെയ്യൂ. എക്സാമ്പിൾ നോക്കാം. നമ്മൾ ഈ ഫുഡ് ഐറ്റംസിൻ്റെ സ്മെല്ല് കൂടുതലും ശ്രദ്ധിക്കുക എപ്പോഴാണ്? നമ്മൾ വിശന്നിരിക്കുമ്പോൾ അല്ലേ? അപ്പോൾ നമുക്ക് കിച്ചണിൽ പോയി എന്തെങ്കിലും ഉണ്ടോ എന്ന് തിരഞ്ഞ് എടുത്ത് കഴിക്കാനുള്ള ഒരു മോട്ടിവേഷൻ ഉണ്ടാവും. ഇതാണ് വില്യം മെക്ഡോഗൽസ് പറയുന്ന ഇൻസ്റ്റിങ്ക്റ്റ് തിയറി. അടുത്ത ഇൻസ്റ്റിങ്ക്റ്റ് തിയറിയാണ് സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ. അതിൽ ഹ്യൂമൻ ബിഹേവിയർ വാസ് ഡ്രൈവൺ ബൈ 2 ബയോളജിക്കൽ ഇൻസ്റ്റിങ്ക്റ്റ്. അദ്ദേഹം എന്താ പറയുന്നത് വെച്ചാൽ 2 ബയോളജിക്കൽ ഇൻസ്റ്റിങ്ക്റ്റ് ആണ് ഹ്യൂമൻ ബിഹേവിയറിന് കാരണമെന്നാണ്. ഏതൊക്കെയാണ് ഈ 2 ഇൻസ്റ്റിങ്ക്റ്റ്? ആദ്യത്തേത് എറോസ്, അത് ലൈഫ് ഇൻസ്റ്റിങ്ക്റ്റ് ആണ്. സെക്ഷൽ മോട്ടിവേഷൻ ആണ് ഈ ലൈഫ് ഇൻസ്റ്റിങ്ക്റ്റ്. രണ്ടാമത്തേത് തനാറ്റോസ്, അത് ഡെത്ത് ഇൻസ്റ്റിങ്ക്റ്റ് ആണ്. അഗ്രഷൻ മോട്ടിവേഷൻ ആണ് ഈ ഡെത്ത് ഇൻസ്റ്റിങ്ക്റ്റ് ആയിട്ട് വരുന്നത്. ഹ്യൂമൻ ബീയിങ്സ് ഉൾപ്പെടെ എല്ലാ ആനിമൽസിനും ഇൻബോൺ ആയിട്ട് അഗ്രഷൻ ഇൻസ്റ്റിങ്ക്റ്റ് ഉണ്ട്. ഈ ഇൻസ്റ്റിങ്ക്റ്റ് നമ്മുടെ ഉള്ളിൽ അൺകംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഫീൽ ഉണ്ടാകുമ്പോൾ നമ്മളത് അഗ്രസീവ് ആക്ട്സ് ആയിട്ട് എക്സ്പ്രസ് ചെയ്യാൻ തുടങ്ങും. ഇങ്ങനെയാണ് സിഗ്മണ്ട് ഫ്രോയിഡ് ഈ മോട്ടിവേഷനുള്ള ഇൻസ്റ്റിങ്ക്റ്റ് തിയറിയെ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുള്ളത്. നെക്സ്റ്റ് ടോപ്പിക് വില്യം ജെയിംസ് ഇൻസ്റ്റിങ്ക്റ്റ് തിയറി. William James acknowledged the survival importance of instinctive motivation. He saw instincts as something that remained, survived and adapted, which eventually evolved through natural selection. അതായത് ഈ ഇൻസ്റ്റിങ്ക്റ്റ് എല്ലാം തന്നെ നിലനിൽക്കുന്നത് നമ്മുടെ സർവൈവലിന് വേണ്ടിയിട്ടാണ്. ഇവ തലമുറകളായി ചെറിയ രൂപമാറ്റം വന്നിട്ടുണ്ടെങ്കിലും കൈമാറ്റം ചെയ്യപ്പെട്ടിരിക്കുന്നത് നമുക്ക് വേണ്ടിയിട്ടാണ്, നമ്മുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ്. മനസ്സിലായോ? അടുത്ത ടോപ്പിക് എത്തോളജി. എത്തോളജി ഈസ് ദ സയന്റിഫിക് സ്റ്റഡി ഓഫ് ബിഹേവിയർ ആൻഡ് ഡെവലപ്മെന്റ് ഇൻ ഇവല്യൂഷണറി പെർസ്പെക്റ്റീവ്. എന്താണ് എത്തോളജി? നമ്മൾ ബിഹേവിയറിൻ്റെയും ഡെവലപ്മെന്റിൻ്റെയും ഒരു സയന്റിഫിക് സ്റ്റഡിയാണ് എത്തോളജി. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ആ സ്റ്റഡി എവല്യൂഷണറി പെർസ്പെക്റ്റീവിലുള്ളതായിരിക്കും. മനസ്സിലായോ? എത്തോളജിയിൽ ഒരുപാട് സ്റ്റഡി നടത്തിയിട്ടുള്ള ഒരു സയന്റിസ്റ്റ് ആണ് കൊണാർഡ് ലോറൻസ്. He proposed that certain behavior patterns are inherited much as physical structures are inherited. എന്താ അദ്ദേഹം പറയുന്നത്? നമ്മൾ ഈ ഫിസിക്കൽ ഫീച്ചേഴ്സ് ഇൻഹെറിറ്റ് ചെയ്യുന്ന പോലെ തന്നെയാണ് നമ്മുടെ ബിഹേവിയറും ഇൻഹെറിറ്റ് ചെയ്തിട്ടുള്ളതെന്നാണ്.
അദ്ദേഹം ഈ സ്റ്റഡിയുമായി ബന്ധപ്പെട്ട് ഒരു പുതിയൊരു ടേമും കൂടി നമുക്ക് തന്നിട്ടുണ്ട്, ഇംപ്രിന്റിംഗ്. എന്താ അത്? ലോറൻസ് observed that in a certain species of birds there is a brief critical period of time during which the newborn is particularly sensitive to certain forms of learning. This biological readiness for learning is known as imprinting. അതെ, എക്സാമ്പിൾ നോക്കിയാൽ അറിയാം. ഈ ഗീസ് അതിൻ്റെ ന്യൂബോൺ ജനിച്ച ഉടനെ തന്നെ അവരുടെ അമ്മേനെ തിരിച്ചറിഞ്ഞിട്ട് അമ്മയെ ഫോളോ ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ജനിച്ച ഉടനെ ഒരു ക്രിട്ടിക്കൽ ടൈം പീരീഡ് ഉണ്ട്. ആ ടൈം പീരീഡിൽ മാത്രമേ അവർക്ക് ആ ഒരു ലേണിങ്ങിനുള്ള ഒരു കപ്പാസിറ്റി, എബിലിറ്റി ഉണ്ടാവുള്ളൂ. ആ ടൈം പീരീഡ് കഴിഞ്ഞാൽ പിന്നെ പറ്റില്ല. പിന്നീട് അദ്ദേഹം മനസ്സിലാക്കിയത് അവരുടെ ഈ ഗീഡ ന്യൂബോൺസ് അവരുടെ അമ്മനെ മാത്രമല്ല കേട്ടോ, എന്ത് മൂവിങ് ഒബ്ജക്റ്റ് ആണെങ്കിലും ആ ടൈം പീരീഡിൽ ഫോളോ ചെയ്യാൻ തുടങ്ങുമെന്ന്. മനസ്സിലായില്ലേ? അടുത്തത് ബയോളജിക്കൽ നീഡ്സ് ആണ്. ഏതൊക്കെയാണ് നമ്മുടെ ബയോളജിക്കൽ നീഡ്സ്? ഹങ്കർ മോട്ടീവ്, തേഴ്സ്റ്റ് മോട്ടീവ്, നീഡ് ഫോർ ഓക്സിജൻ, motive for regulation of body temperature, need for sleep, need for avoidance of pain, drive for elimination of waste, sex motive, maternal drive. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ് അല്ലേ? ഓരോന്ന് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല അല്ലേ? ഇനി നമുക്ക് ഹോമിയോസ്റ്റേസിസ് എന്താണെന്ന് നോക്കാം. The body always tends to maintain a state of equilibrium called homeostasis in many of its internal physiological process. നമുക്കറിയാം നമ്മുടെ ബോഡിക്ക് ഇന്റേണൽ ആയിട്ട് കുറേ ഫിസിയോളജിക്കൽ പ്രോസസ്സ് ഉണ്ടെന്ന്. ഏതൊക്കെയാ? ബോഡി ടെമ്പറേച്ചർ ലെവൽ, ഫ്ലൂയിഡ് ലെവൽ, ന്യൂട്രീഷണൽ ലെവൽ, ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ളത്. ഇതിൻ്റെയൊക്കെ ഒരു ബാലൻസ്, അതായത് സ്റ്റേറ്റ് ഓഫ് ഇക്വിലിബ്രിയത്തിനെയാണ് നമ്മൾ ഹോമിയോസ്റ്റേസിസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ടോപ്പിക് ഡ്രൈവ്സ് ആണ്. നമുക്ക് രണ്ട് ടൈപ്പ് ഡ്രൈവ്സ് ആണ് ഉള്ളത്, പ്രൈമറി ഡ്രൈവ്സും സെക്കൻഡറി ഡ്രൈവ്സും. പ്രൈമറി ഡ്രൈവ്സ് എന്ന് പറയുന്നത് ഇന്നേറ്റ് ബയോളജിക്കൽ നീഡ്സ് ആണ്. എക്സാമ്പിൾ തേഴ്സ്റ്റ്, ഹങ്കർ ഒക്കെ. പിന്നെ സെക്കൻഡറി ഡ്രൈവ് എന്ന് പറയുന്നത് അത് നമ്മുടെ സർവൈവലിന് വേണ്ടിയിട്ടുള്ളതല്ല. പക്ഷേ ഇത് മെയിനായിട്ട് സോഷ്യൽ ഓർ ഐഡന്റിറ്റി ഫാക്ടേഴ്സുമായിട്ട് റിലേറ്റ് ചെയ്തതാണ്. എക്സാമ്പിൾ പറയാമെന്ന് വെച്ചാൽ ദ ഡിസയർ ഫോർ വെൽത്ത്. അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ഡ്രൈവ് റിഡക്ഷൻ തിയറി എന്താണെന്ന് നോക്കാം. ഇത് ഡെവലപ്പ് ചെയ്തത് ക്ലാർക്ക് ഹൾ ആണ്. നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഹോമിയോസ്റ്റേസിസ് എന്താണെന്ന്. ഇതിൽ ഈ ബാലൻസിൽ ഒരു ഡീവിയേഷൻ വരുമ്പോൾ എന്താ ഉണ്ടാവുക? നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. നമ്മുടെ ബോഡി ഫ്ലൂയിഡ് ലെവൽ കുറഞ്ഞു എന്ന് വിചാരിക്കാം. ഒരു ഇംബാലൻസ് വന്നില്ലേ? അപ്പോൾ ഒരു നീഡ് ഉണ്ടാവുകയാണ്, ദാഹം. അപ്പോൾ ഈ നീഡിന് പുറകെ ഒരു ഡ്രൈവ് ഉണ്ടാവുകയാണ്. എന്താ? നമുക്ക് വെള്ളം കുടിക്കാനായിട്ടൊരു ഡ്രൈവ് ഉണ്ടാവുകയാണ്. അപ്പോൾ നമ്മൾ വെള്ളം കുടിച്ചിട്ട് ആ ബോഡിയുടെ ഇക്വിലിബ്രിയം മെയിൻറ്റെയിൻ ചെയ്യും. ആ ഡ്രൈവിന് റിഡക്ഷൻ വരുത്തും. മനസ്സിലായില്ലേ? ഇനി നെക്സ്റ്റ് ടോപ്പിക്കാണ് എറോസൽ. നമുക്ക് ചില കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമ്മുടെ എറോസൽ ലെവൽ കൂടുമ്പോൾ നമ്മൾ അതിനനുസരിച്ചിട്ടുള്ള ബിഹേവിയർ കാണിക്കും. ബ്രെയിനിലെ ന്യൂറോ ട്രാൻസ്മിറ്റർ ആയിട്ടുള്ള ഈ ഡോപ്പാമൈൻ നമ്മുടെ എറോസൽ ലെവലിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. ഇനി എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് നമുക്ക് ഫിസിയോളജിക്കൽ എറോസൽ ഉണ്ടാവുന്നതെന്ന് നോക്കാം. 3 റീസൺസ് ആണ് മെയിനായിട്ട് പറഞ്ഞത്. അതിൽ ആദ്യത്തേതാണ് ദ റിവാർഡ് സിസ്റ്റം. എന്താ അത്? നമ്മുടെ ബ്രെയിനിൽ റിവാർഡ് സെൻസിറ്റിവിറ്റി, അതുപോലെ തന്നെ ഗോൾ ഡ്രൈവൺ ബിഹേവിയർ, ഇതിനൊക്കെ കൺട്രോൾ ചെയ്യുന്ന കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. ഈ ഫാക്ടേഴ്സ് ആണ് നമ്മുടെ ഫിസിയോളജിക്കൽ എറോസൽ ലെവൽ കൂട്ടിയിട്ട് നമുക്ക് ബിഹേവിയർ മോഡിഫിക്കേഷൻ വേണോ എന്ന് ഡിസൈഡ് ചെയ്യുന്നത്. സെക്കൻഡ് റീസൺ ആണ് ഒപ്റ്റിമൽ ലെവൽസ് ഓഫ് എറോസൽ. നമ്മൾ എപ്പോഴും എറോസലിനെ ഒരു ഒപ്റ്റിമൽ ലെവലിൽ കീപ്പ് ചെയ്യണം. ഇപ്പോൾ അണ്ടർ എറോസ്ഡ് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് ബോറടിക്കും. ബോറടി മാറ്റാൻ വേണ്ടി നമ്മൾ എന്തെങ്കിലും സ്റ്റിമുലേഷൻ അന്വേഷിക്കും. അതായത് എന്തെങ്കിലും എനർജൈസിങ് ആയ കാര്യം ചെയ്ത് എറോസൽ ലെവൽ കൂട്ടും. നേരെ മറിച്ച് ഓവർ എറോസ്ഡ് ആണെങ്കിലോ നമുക്ക് റിലാക്സ് ചെയ്യുന്ന എന്തെങ്കിലും കാര്യം ചെയ്യേണ്ടതായിട്ട് വരും. ഇപ്പോൾ ഒപ്റ്റിമൽ ലെവൽസ് ഓഫ് എറോസൽ എന്താണെന്ന് മനസ്സിലായില്ലേ? അടുത്ത റീസൺ ടെമ്പറാമെന്റ്. ചില ആളുകളുടെ സ്വഭാവത്തിന്റെ ഭാഗം തന്നെയായിരിക്കും ഈ ഇമ്പൾസിവിറ്റിയും അതുപോലെ സെൻസേഷൻ സീക്കിംഗ് ഒക്കെ. അവർ ഓട്ടോമാറ്റിക് ആയിട്ട് എറോസൽ ലെവൽ കൂടിയവരായിരിക്കും. ഇനി നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. The geese predisposition to follow any moving form when they are exposed shortly after birth is imprinting, and this is proposed by options A. Konrad Lorenz, B. Berlin, C. Robert Yerkes, D. Clark Hull. ഒന്ന് അറ്റൻഡ് ചെയ്ത് നോക്കിയേ. ആൻസർ ഓപ്ഷൻ എ, Konrad Lorenz. Biological aspects of motivation
നമ്മളിവിടെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി വീഡിയോ ക്ലാസ് കേട്ട് കഴിഞ്ഞ എല്ലാവരും കൂടെ കൊടുത്തിരിക്കുന്ന നോട്ട്സ് റെഫർ ചെയ്ത് ഷോർട്ട് നോട്ട് പ്രിപ്പയർ ചെയ്യണം കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് മോഡ്യൂളിൽ കാണുന്നവരെ എല്ലാവർക്കും താങ്ക് യു.